വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേപോലെ തിള വരണമെങ്കിൽ ഇനി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നാലും ഉടഞ്ഞു പോകരുത് കേട്ടോ. ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എരിവും പുളിയെല്ലാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിത് വന്നേക്കുന്നത് കുറച്ച് മുസമ്പി ആയിട്ടാണ് കേട്ടോ. എന്നാലും മുസമ്പി എന്ത് ചെയ്യാനാന്നുള്ള എല്ലാവരും വിചാരിക്കും. നമ്മൾ മുസമ്പി വെച്ച് ജ്യൂസ് ഉണ്ടാക്കും, മൊജിറ്റോ ഉണ്ടാക്കും, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാം. ഇന്ന് നമ്മൾ ഇതൊന്നും അല്ല ഉണ്ടാക്കുന്നത്. മുസമ്പി വെച്ച് നല്ലൊരു അച്ചാറാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്, നല്ല സ്പൈസിയാണ് കേട്ടോ. ഇതെങ്ങനെ അച്ചാർ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ എല്ലാ കുട്ടികളും കാണണം. ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താണെന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമുക്കിനി ഈ മുസമ്പി ഒന്നെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ മുസമ്പി ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ മുസമ്പി ഒന്ന് കട്ട് ചെയ്യാം. ഒരുപാടങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിന്റെ തൊലി കളയണം. തൊലിയും കളയണം, അരിയും കളയണം. നമ്മളിങ്ങനെ അതിന്റെ മുസമ്പി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തൊലി കളയാനൊക്കെ വളരെ എളുപ്പമായിട്ട് സാധിക്കും. വളരെ സിമ്പിൾ ആണ്. ഒരുപാടൊന്നും പാടുപെടേണ്ട. ഇതേപോലെ അങ്ങ് തൊലി കളഞ്ഞെടുക്കുക. തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ അരിയും കൂടെ എടുത്ത് കളയാൻ നോക്കണം. ഒരുപാട് വലിയ കഷ്ണങ്ങൾ ആക്കണ്ട, അതുപോലെ ചെറിയ കഷ്ണങ്ങൾ ആക്കണം. അതുകൊണ്ട് ഇതേ പരുവൊക്കെ മതി. ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മുസമ്പിയുടെ എല്ലാം തൊലിയെല്ലാം കളഞ്ഞ് അരിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാ അരിയെല്ലാം കളഞ്ഞ് തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഉണ്ട് 3 മുസമ്പിയുടെ. ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് എടുക്കാം. കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇനി നമുക്കിതെങ്ങനെ അച്ചാറിടുന്നതെന്ന് നോക്കാം. അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഒരു കടായി വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത് അച്ചാറിടാൻ. നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ എടുക്കാം. സൺഫ്ലവർ ഓയിലും അച്ചാറിടാം കേട്ടോ. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിത്തിരി കടുക് ഇട്ട് കൊടുക്കാം. കടുവെല്ലാം നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയാണ്. ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇടുന്നത് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. കൂടെ തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് വാടി വരട്ടെ. പച്ചപ്പൊക്കെ ഒന്ന് മാറി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും ഒക്കെ നല്ലപോലെ ഒന്ന് വാടി വരണം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളർ മാറി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടി ഐറ്റംസ് ഇടാം. നമ്മൾ ഫ്ലെയിം ഇത്തിരി കുറച്ച് വെച്ച് വേണം പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാനേ. നമുക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 സ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം.
ഒരു 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിയെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് മൊരിഞ്ഞ് വരണം. ചെറു ചൂടി കിടന്ന് ഈ എണ്ണയിൽ അത് മൊരിഞ്ഞ് വന്നാൽ മതിയേ. പൊടി മൂക്കുമ്പോൾ ഒരു ചെറിയ മണം വരും. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകരുത്. ചെറിയൊരു കളർ മാറ്റം പൊടിക്ക് വരണം. എണ്ണ കുറവുണ്ടെങ്കിൽ ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ എനിക്ക് എണ്ണ കുറവൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഓയിൽ ഒഴിക്കുന്നില്ല. നമ്മൾ ഇടാൻ പോകുന്നത് കായപ്പൊടിയാണ്. കായപ്പൊടി ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുക്കാം. കായപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളെല്ലാം ഒരുവിധം നല്ലപോലെ ഒന്നും ചൂടായിട്ടുണ്ട്. പൊടികളെല്ലാം മൂത്ത് വരുന്നത്. പൊടികളെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് വിനാഗിരിയാണ്. ഒരു 1/4 കപ്പ് താഴെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന മുസമ്പിയും കൂടി ഇട്ട് കൊടുക്കാം. മുസമ്പിയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകിച്ച് വെള്ളമോ ഒന്നും ചേർക്കേണ്ട. തിളയ്ക്കുമ്പോൾ മുസമ്പിയിൽ നീരിറങ്ങിക്കോളും. ഫ്ലെയിം ആണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂട്ടി വയ്ക്കാം. നല്ല രുചിയാണ്. അതുപോലെ തന്നെ നല്ല മണവുമാണ്. മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർന്ന നല്ലൊരു കോമ്പിനേഷനാണ് ഈ അച്ചാർ. ഒരു വട്ടമെങ്കിലും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം, എന്നാലേ അതിൻ്റെ ആ ഒരു രുചി അറിയത്തുള്ളൂ. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ ഉപ്പാണ് ഇടുന്നത്. വേണമെങ്കിൽ നമുക്ക് 2 ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ചെറു തീ കിടന്ന് നല്ലപോലെ ഒന്ന് റെഡി ആവണം. ഒരുപാട് നമുക്ക് ഇട്ട് ഇളക്കണ്ട. ചെറു തീ കിടന്ന് നല്ലപോലെ ഒന്ന് റെഡി ആവട്ടെ. ഇത്തിരി നേരം ഒന്ന് ചെറുതായിക്കിടന്ന് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ കേട്ടോ. നമ്മുടെ മുസമ്പി അച്ചാർ ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേപോലെ തിള വരണമെങ്കിൽ ഇനി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നാലും ഉടഞ്ഞു പോകരുത് കേട്ടോ. ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എരിവും പുളിയെല്ലാം നല്ലപോലെ കോമ്പിനേഷൻ ആകുമെന്ന് നോക്കണം. അനുസരിച്ച് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഇപ്പം ആവശ്യത്തിന് ഉപ്പുണ്ട്. ഈ മുസമ്പിക്കകത്ത് എരിവും ഉപ്പും എല്ലാം നല്ലപോലെ പിടിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി ഉപ്പ് വേണമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഇത്തിരി നേരം കൂടി ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇരുന്ന് തിളക്കട്ടെ. ഇവിടെ അച്ചാർ ലോ ഫ്ലെയിമിൽ കിടന്ന് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരുപാടൊന്നും നീരിറങ്ങിയിട്ടൊന്നുമില്ല. കഷ്ണം ഒരുപാടൊന്നും ഉടഞ്ഞിട്ടൊന്നുമില്ല. ഇനി നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ചോറിനും കഞ്ഞിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. എരിവും ഉപ്പും പുളിയൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചൂടാറിയിട്ട് എയർടൈറ്റായിട്ടുള്ള ബോക്സുകളിൽ നമുക്ക് അടച്ചു വെക്കാം. എത്ര നാൾ വേണമെങ്കിലും കേടാവത്തില്ല. പിന്നെ ഇതൊന്നും അധികം നാൾ വീട്ടിൽ ഇരിക്കത്തില്ല. പിള്ളേരൊക്കെ പെട്ടെന്ന് അങ്ങ് തീർക്കും. ഒരാഴ്ച കൊണ്ടൊക്കെ അങ്ങ് തീരും. അതിനൊന്ന് ഫ്ലെയിം ഓഫ് ആക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി സ്പൈസി ആയിട്ടുള്ള മുസമ്പി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. അതിന് പറയാൻ പറ്റാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. ചോറിനും പലഹാരത്തിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കും ബിരിയാണിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ അച്ചാർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾക്കൊക്കെ നല്ല സർവ്വസാധാരണമായിട്ട് കിട്ടുന്നതാണ് മുസമ്പി. നമുക്ക് എല്ലാ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. മുസമ്പി മേടിക്കുമ്പോൾ ജ്യൂസ് മാത്രം തയ്യാറാക്കാതെ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.
യൂസ്ഫുള്ളായ വീഡിയോ എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരുത്. കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഞാൻ ഒരുപാട് തരം വെറൈറ്റീസ് പിക്കിൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ മാത്രമായിട്ടൊരു പ്ലേലിസ്റ്റും തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കാണാത്തവരെല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ താങ്ക്